C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ശാരദാമ്മേ, നമ്മൾ തമ്മിൽ മുമ്പ് പല പ്രശ്നങ്ങളും പല പിണക്കങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരുതരം കുടിപ്പകയാണെന്ന് തന്നെ പറയാം. എനിക്ക് ആരോടും പകയൊന്നുമില്ല. ശരി, സമ്മതിക്കുന്നു. ആദ്യം ഞാൻ മുഴുവൻ പറയട്ടെ ശാരദാമ്മേ. നമുക്കിടയിൽ ഒരു ശത്രുതയുണ്ടെന്നുള്ളത് സത്യമാണ്. ഒരു പുരുഷനും രണ്ട് സ്ത്രീകളും ആവുമ്പോ സ്വാഭാവികമായി ഉണ്ടാകുന്നത് മാത്രം അത്. പിന്നെ ശാരദാമ്മയുടെ പൊസിഷനിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ശാരദാമ്മയാണ് ശരി. ഇന്നലെ വരെ കൂടെ ജീവിച്ച പുരുഷനെ മറ്റൊരു സ്ത്രീക്ക് വിട്ടുകൊടുക്കാനാവില്ല. അതാണ് സത്യം. ഓ, അത് ശരി. ഇപ്പോഴാണോ തിരിച്ചറിവുണ്ടായത്? തിരിച്ചറിവ് രണ്ടു വശത്തും വേണം ശാരദാമ്മ. എന്റെ പൊസിഷനിൽ നിന്നുകൂടി ശാരദാമ്മ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒന്നിച്ച് ജീവിക്കാൻ കഴിയാത്ത എത്രയോ ദമ്പതികൾ പിരിയുന്നുണ്ട്. അവരെല്ലാം പിന്നീട് ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്? അങ്ങനെ ഒറ്റയ്ക്കായ ഗോപാലേട്ടന് ഞാനൊരു കൂട്ടായി, അത്രേ ഉള്ളൂ. തൽക്കാലം പഴയതിന്റെ ഒക്കെ കണക്കെടുപ്പ് നിർത്ത രാജശ്രീ. പലതും പറഞ്ഞ നാറും. അതിഥികളെ അപമാനിച്ച ശീലമില്ല ഞങ്ങൾക്ക്. ശരി, എങ്കിൽ അത് വിട്. ശത്രുതയും അഭിപ്രായ ഭിന്നതയൊക്കെ മാറ്റിവെക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞേ ഉള്ളൂ. അത് തന്നെ. ഇനി ഈ വീടിന്റെയോ ഭൂമിയുടെയോ പേരില് നമുക്കിടയിൽ ഒരു തർക്കമില്ല ശാരദേ. ആധാരം വേണമെങ്കിൽ നിന്റെ പേരിലാക്കി തരികയും ചെയ്യും. ഒന്നുമല്ലെങ്കിലും നിന്റെ പിതൃസ്വത്തും അധ്വാനവും കൂടിയല്ലേ ഇതെല്ലാം. ഇതെന്താ ഗോപാലേട്ടാ, നിങ്ങൾ ആളെ കളിയാക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുവാണോ? ഏയ്, ഒരിക്കലും കളിയാക്കിയതല്ല ശാരദാമ്മേ. നിങ്ങൾക്ക് സ്ത്രീധനമായി കിട്ടിയ 30 പവൻ ഇനി മുതൽ രാജേശ്വരിയുടെ അലമാരയിലല്ല, ഇവിടെ ഇരിക്കും. അതാ ഞങ്ങളുടെ തീരുമാനം. അത് മാത്രമല്ല, ഇവര് 3 പേരുടെയും കല്യാണം ഞാൻ, അവരുടെ അച്ഛൻ മുന്നിൽ നിന്ന് നടത്തി തരികയും ചെയ്യും. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞതാ. കൊള്ളാം. ഒന്നും കാണാതെ നിങ്ങളൊന്നും ചെയ്യില്ലല്ലോ ഗോപാലേട്ടാ. ഇതിനൊക്കെ ഉള്ള ഉപാധി എന്താണെന്ന് വളച്ചു കെട്ടാതെ പറഞ്ഞ വലിയ ഉപകാരമായിരുന്നു. അത് ശാലിനിയുടെ കല്യാണ ചെറുക്കനെ ഞങ്ങൾ തരും. നിങ്ങൾ വേണം അവരുടെ കല്യാണം മുന്നിട്ടിറങ്ങി നടത്താൻ. നിങ്ങൾ തരൂന്ന് പറഞ്ഞാ മനസ്സിലായില്ല എനിക്ക്. എന്ന് വെച്ചാ ഞങ്ങള് പറയുന്ന ആളാവും ശാലിനിയെ കല്യാണം കഴിക്കാന്നർത്ഥം. അതാരാണാവോ നിങ്ങൾ പറയുന്ന ആള്? മനസ്സിലായില്ല. ഈ നിൽക്കുന്ന രാജേശ്വരിയുടെ സ്വന്തം അനിയൻ, നമ്മുടെ ബാലചന്ദ്രൻ. എന്ത് പറ്റി നിങ്ങൾക്കൊക്കെ? എന്താ ഇവിടെ പ്രശ്നം? ഒരു കല്യാണമോ മോനെ പ്രശ്നം? അത് ഓർമ്മയുണ്ട്. ശാരികയുടെ വിവാഹ നിശ്ചയത്തിന്റെ തലേന്നാണല്ലോ ഞാൻ ഇവിടുന്ന് പോകുന്നത്. അതിനിപ്പോ എന്താ ഇവിടെ പ്രശ്നം? ശാരികയുടെ വിവാഹം അല്ല, ശാലിനിയുടെ വിവാഹം ഇപ്പൊ നടക്കാൻ പോകുന്നത്. അതാണ് പ്രശ്നവും. ശാലിനിയുടെ വിവാഹോ? ആരുമായിട്ട്? അതൊരു കഥയെ മോനെ. മുഴുവൻ കേട്ടാലേ മോനത് മനസ്സിലാവും. ശാലിനി എന്റെ പെണ്ണ, എന്റെ മാത്രം പെണ്ണ്. മൈ ഗോഡ്, സത്യഭാമയുടെ വീട്ടിലെ പ്രധാന ജോലിക്കാരനോ? അവിടെയുള്ള എല്ലാവരും എനിക്കറിയാം.
ഇവിടെ നിന്ന് ഇറങ്ങി നേരെ അവൾ പോയത് രാജീവ് സാറിന്റെ വീട്ടില് അമ്മ വിജയലക്ഷ്മിയെ കാണാനാ. സാറിനുണ്ടായ അപമാനത്തിൽ പൊട്ടിത്തെറിച്ച് നിൽക്കുകയായിരുന്നു വിജയലക്ഷ്മി. അപ്പോൾ ഒരു ഉപാധിയുടെ മേൽ മാത്രമേ ഈ ബന്ധം തുടരാൻ ഞങ്ങൾ സമ്മതിക്കൂ. ശാരികയുടെയും രാജീവിന്റെയും കല്യാണത്തിന് മുമ്പ് നിന്റെ കല്യാണം കഴിയണം. ഏതോ ഒരു സാമദ്രോഹി ആ ചെറുക്കനെ ഫോൺ ചെയ്ത് ശാലിനിയുടെ നാഗർകോവിൽ യാത്രയും ഒരാണിന്റെ കൂടെ ഒരു രാത്രി ഒരു ഹോട്ടൽ മുറിയിൽ തങ്ങിയെന്നും പൊലിപ്പിച്ചു പറഞ്ഞിരിക്കണോ? ഞങ്ങൾ പറയുന്ന ആളാവും ശാലിനിയെ കല്യാണം കഴിക്കാന്നർത്ഥം. ഈ നിൽക്കുന്ന രാജേശ്വരിയുടെ സ്വന്തം അനിയൻ, നമ്മുടെ ബാലചന്ദ്രൻ. ബാലചന്ദ്രനുമായിട്ടുള്ള വിവാഹത്തിന് ശാലിനിക്ക് സമ്മതമാണ്. ഓ മൈ ഗോഡ്, ഇറ്റ്സ് അൺബിലീവബിൾ. ബാലചന്ദ്രനോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വേറെ ആരും കിട്ടില്ലേ ശാലിനിക്ക്? അത് തന്നെയാ മോനെ ഞങ്ങളുടെയും ചോദ്യം. അവള് പക്ഷെ പിന്മാറുന്ന ലക്ഷണമൊന്നും ഇല്ല. ഇതെങ്കിൽ ഇതെന്ന മട്ടിൽ ഒറ്റക്കാലിൽ നിൽക്കുക അവളിപ്പം. എന്റെ കല്യാണം നടക്കാൻ വേണ്ടിട്ട് ശാലിനി അവളുടെ ജീവിതം ബലി കൊടുക്കേണ്ട ആവശ്യമില്ല. സമ്മതിക്കില്ല ഞാനത് നടക്കാൻ. ഈ ലോകത്ത് കല്യാണം കഴിക്കാതെ പെണ്ണുങ്ങൾ ജീവിക്കുന്നില്ലേ? അതുപോലെ ഒരു പരാതിയില്ലാതെ ഞാൻ ഇവിടെ ജീവിച്ചോളാം. അതാണ് ഇനി എന്റെ തീരുമാനം. അർജുനേട്ടൻ എങ്ങനെയെങ്കിലും കുഞ്ഞേച്ചി ഇതിന്ന് പിന്മാറ്റണം. ഞങ്ങളുടെ ആഗ്രഹം അതാണ്. അതെ, മോൻ പറഞ്ഞ അവള് കേൾക്കും. മോൻ പറഞ്ഞ മാത്രമേ അവൾ അനുസരിക്കൂ. കറക്റ്റ്. അർജുൻ ശങ്കർ പറഞ്ഞ ശാലിനി കേൾക്കും. പക്ഷേ അർജുനേട്ടൻ അങ്ങനെ പറയരുതെന്ന എന്റെ അഭ്യർത്ഥന. ശാലിനി, ഇത് വഴിവാണിഭ കടയിൽ നിന്ന് മുത്തുമാല വാങ്ങുന്നതും കമ്മലും ജിമിക്കയും തിരഞ്ഞെടുക്കുന്നത് പോലല്ല. ഭർത്താവായി കൂടെ ജീവിക്കുന്ന ആളുടെ കാര്യമാണ്. ജീവിതാവസാനം വരെ ഒപ്പമുണ്ടാവേണ്ട ആളുടെ കാര്യം. വഴിതെറ്റിപ്പോകുന്നവരെ ചിലപ്പോൾ നമുക്ക് നേരെ നടത്താനാവും. എന്നാൽ നശിക്കാൻ തീരുമാനിച്ചുറപ്പിച്ച് നടക്കുന്നവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുപോലൊരു ജന്മ ആ ബാലചന്ദ്രൻ്റെത്. ആ അവനെ തന്നെ വേണോ നിനക്ക് നിന്റെ ഭർത്താവായിട്ട്? എനിക്ക് മുന്നിൽ ഇപ്പൊ വേറൊന്നുമില്ല അർജുനേട്ടാ. ശാരികയുടെ വിവാഹം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞുള്ള കാര്യങ്ങൾ പിന്നീട് മാത്രം. ബാലചന്ദ്രനും ശാലിനിയുമായുള്ള വിവാഹത്തിന് അർജുൻ ശങ്കറിന്റെ സഹായമോ സഹകരണമോ സാന്നിധ്യമോ ഉണ്ടാവില്ല. അതാണ് എന്റെ തീരുമാനം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.